വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മുടെ രാക്കയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എഗ്ലെസ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക് ഉണ്ടാക്കി. അതിനായിട്ട് പഞ്ചാര പിടിച്ചു. നമ്മുടെ ബട്ടറാണ്, ഉപ്പുള്ള ബട്ടറാണ്. കുറച്ച് തൈര് അതിനകത്ത് ചേർത്തേക്കുന്നത്. ഞാൻ ഉറച്ച തൈരുണ്ടല്ലോ, പുളിയില്ലാത്ത, അത് തേച്ചിട്ട് ആസ് യൂഷ്വൽ നമ്മുടെ മിക്സറൊക്കെ റെഡിയാക്കി ലവ് ഷേപ്പിലൊരു ടിന്നിലാണ് കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ശരിക്കും ഞാൻ ക്യാരറ്റും പപ്പായയും കൂടെ ഒരു പ്യൂരി ആക്കിയതും കൂടെ ചേർത്തിട്ടുണ്ട്. എഗ്ലെസ് ആയതുകൊണ്ട് മൈദയിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒരു നുള്ളുപ്പും കൂടെ ഇടഞ്ഞിട്ട് വേണം ചേർക്കാം കേട്ടോ. എഗ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ബേക്കിംഗ് സോഡയുടെയും അതുപോലെ തന്നെ ഉപ്പിന്റെ ആവശ്യമില്ല. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ അവൻ കൺവെക്ഷൻ മോഡിൽ 150 ഡിഗ്രിയിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തു. നിങ്ങൾക്ക് 180 ആണെങ്കിൽ അത് ഓരോരുത്തരുടെ അവൻ അനുസരിച്ച് കേട്ടോ. എന്നിട്ട് ഞാനൊരു 40 മിനിറ്റ്സ് ആണ് നമ്മുടെ കേക്ക് റെഡിയായി സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ലവ് ഷേപ്പ് കേക്ക്. കാക്കെ ഓഫീസിൽ പോയിരുന്നായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിന് വന്നപ്പോഴാണ് ഞങ്ങൾ മുറിക്കാനായിട്ട് ഇങ്ങനെ ടേബിളിൽ എടുത്ത് വെച്ചിരുന്നു. അങ്കു ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. വന്നപ്പോൾ അതേ നമ്മൾ മുറിക്കുക. നമ്മുടെ ടൗൺഷിപ്പിൽ പോയി കേക്ക് ഉണ്ടാക്കുന്നവരൊന്നും ഇല്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ഉണ്ടാക്കി. ഐസിങ് ഒന്നും ഞാൻ അത്ര എക്സ്പെർട്ട് അല്ല കേട്ടോ. അതുകൊണ്ട് സിമ്പിളായിട്ട് ഇങ്ങനെ കേക്ക് ഉണ്ടാക്കാനേ എനിക്ക് വശമുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ, രാവിലെ ഞങ്ങൾക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. കാരണം നല്ല മഴയാണ് ഇവിടെ. രാത്രി മുഴുവൻ ഇങ്ങനെ ചാറി ചാറി നിൽക്കുക. പെരുമഴയായിട്ടല്ല, ചെറിയ ചാറി ചാറി. അപ്പോൾ നല്ലൊരു സുഖമുള്ള ഒരു ക്ലൈമറ്റാണ് നമുക്ക് കിടന്നുറങ്ങാൻ. ഞങ്ങൾ രാക്കേക്ക് ഓഫീസിൽ പോകുന്നതുകൊണ്ട് രാവിലെ എഴുന്നേറ്റു. അങ്കു കിടന്നുറങ്ങട്ടെ എന്ന് വെച്ച്. സ്കൂളും ഒന്നും ഇല്ലല്ലോ. ഇനി പുതിയ ഒരു വർഷത്തിലോട്ട് പോവുകയാണ്. അക്കാഡമിക് ഇയർ 8th ക്ലാസ്സിലോട്ട് അവൻ പോവുകയാണ്. ഏപ്രിൽ ഫസ്റ്റ് വീക്കാണ് സ്കൂൾ തുടങ്ങുന്നത്. അപ്പോൾ അതുവരെ കുറച്ച് റിലാക്സ് ചെയ്യട്ടെ വലിയ രാവിലെയൊക്കെ. പിന്നെ രാവിലെ 6 മണിയാകുമ്പോൾ എന്തായാലും അവൻ എഴുന്നേറ്റ് 7 മണിക്ക് വണ്ടി വരും. സെറ്റായി പോയേ പറ്റത്തുള്ളൂ. ബാഗും കാര്യങ്ങളൊക്കെ ഇനി വാങ്ങണം. അപ്പോൾ ഇനി നമ്മൾ എന്താണ് കിച്ചണിലോട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ സാധാരണ നമ്മുടെ അരി ഉഴുന്നിൻ്റെയും കൂടെ കുറച്ച് റാഗിയും കൂടെ ചേർത്ത് ഒരു പിടി. കാരണം രാക്കെ കുറേ നാളായിട്ട് 2 പാക്കറ്റ് റാഗി വേറെ എന്തോ ഓർഡർ ചെയ്തപ്പോൾ റാഗിയാണ് വന്നത്. അപ്പോൾ അത് ഇരിക്കുകയാണ്. അത് എന്തായാലും തീർത്തേ പറ്റത്തുള്ളൂ. നമ്മുടെ പ്യൂർ റാഗി ആട്ടോ, പൊടിയല്ല. അപ്പോൾ അത് ഞാനൊരു പിടി നമ്മുടെ നോർമൽ ഇഡ്ഡലി ദോശ ബാറ്ററിൻ്റെ കൂടെ, അതായത് അരിയും ഉഴുന്നും ഉലുവയും ഇട്ടതിൻ്റെ കൂട്ടത്തിൽ റാഗിയും കൂടെ ചേർത്തന്നേ ഉള്ളൂ. മുഴുവൻ റാഗി അത് നരച്ച് രാത്രി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ തുറന്നു നോക്കിയപ്പോൾ അത് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഈ റാഗിപ്പൊടി ചേർത്ത് അത്ര വലിയ ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല. ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കി എനിക്ക് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിപ്പം നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇഡ്ഡലി നല്ല ടേസ്റ്റുമായിരുന്നു. റാഗിയുടെ ഫ്ലേവർ ഒന്നും ഇതിനകത്ത് അറിയത്തില്ല. പൊടിയാകുമ്പോൾ ശരിക്കും നമുക്കത് അറിയാൻ പറ്റും. ഇത് അങ്ങനെയൊന്നും അറിഞ്ഞില്ല. ചട്നിയുടെ കൂടെ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. റാഗി നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു. നല്ല പഞ്ഞി പോലത്തെ പൂ പോലത്തെ നല്ല ഇഡലി കിട്ടി നമുക്ക്. അപ്പോൾ എനിക്കൊരു ടെൻഷനായിരുന്നു. കാരണം രാക്കയും അങ്കു ഒന്നും ഈ റാഗിയുടെ ഇത് കണ്ട അത്ര ഇഷ്ടമില്ലാത്ത ആളുകളായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും റാഗി, പക്ഷെ നമുക്ക് കഴിച്ചാൽ പറ്റും. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സംഭവമല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ട്രിക്ക് കണ്ടുപിടിച്ചുകൊണ്ട് ഇനി മുതൽ ഇടയ്ക്കിടയ്ക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഫുൾ റാഗി മുഴുവൻ ആയതുകൊണ്ട് ആ ഫ്ലേവറൊന്നും അങ്ങനെ വന്നിട്ടില്ല. പൊടി ചേർത്താൽ അത് പണി കിട്ടും. ഞാൻ പൊടി ചേർത്തൊരു പ്രാവശ്യം ദോശ ഉണ്ടാക്കിയിട്ട് ഒരുമാതിരി കുത്തുണ്ടായിരുന്നു. പക്ഷെ ഇതിന് അങ്ങനെയുള്ള കുത്തൊന്നുമില്ല. നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള റാഗി ഇഡ്ഡലീസാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി ഹെൽത്തിയുമാണ്. നമ്മുടെ ശരീരം തണുക്കുകയും ചെയ്യും. റാഗിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ്, ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമല്ലേ. ഒരു മില്ലറ്റാണ് റാഗി ശരിക്കും. അതിൻ്റെ കൂടെ തേങ്ങാ ചട്നി. നമ്മുടെ കിച്ചൺ ബാൽക്കണിയിലെ മഴ കാണണ്ടേ, നല്ല ഇരുണ്ടിരിക്കുമല്ലേ, എന്ത് ഭംഗിയുണ്ട്. പക്ഷെ കാണാൻ എനിക്ക് ടെൻഷൻ. നമ്മുടെ മാവിൻ്റെ പൂവ് ഒഴിഞ്ഞു പോകുമെന്നാണ്. മഴയൊക്കെ ചാറുന്നുണ്ട്. മാമ്പൂവേ പോലെ ഇങ്ങനെ നമുക്കിങ്ങനെ മാങ്ങൊക്കെ പിടിച്ച് കിടക്കുന്നത് കാണാൻ ഒരു സന്തോഷമല്ലേ. പക്ഷെ നാട്ടുകാരൊക്കെ പറിച്ചുകൊണ്ട് പോകും. എല്ലാവരും പറിച്ചുകൊണ്ട് പബ്ലിക് ആണ്. അല്ലെങ്കിൽ നമ്മളുടെ തൊട്ട് മുറ്റത്ത് നിൽക്കുന്നതല്ലേ, നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇനി എന്താ സംഭവം എന്ന് വെച്ചാൽ ലഞ്ച് ഉണ്ടാക്കണം. മെയ്ഡ് വന്ന് പോയതിന് ശേഷമാണ് ലഞ്ച് ഉണ്ടാക്കുന്നത്. സമാധാനമായി ഇനി അടുക്കളയിലോട്ട് കയറാം ലഞ്ചിനായിട്ട്. അതിനായിട്ട് ഞാൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ മത്തങ്ങ കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ കാണിച്ചത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മസൂർ ദാലും കഴുകി അതിലേക്ക് നമ്മുടെ മത്തങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പീസാക്കിയിട്ട് പച്ചമുളകും ഇട്ട് കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുക്കർ അടയ്ക്കുക. ഇൻഡക്ഷൻ കുക്ക് ടോപ്പിലാണ്. ഗ്യാസിൻ്റെ പ്രശ്നം കാരണമാണ്. നമുക്കൊരു ഫുൾ കുറ്റി ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഒന്ന് സൂക്ഷിക്കാം. നിങ്ങൾക്കൊക്കെ അവിടെ കിട്ടി തുടങ്ങിയാൽ, ഞങ്ങൾക്ക് ഇവിടെ കിട്ടി തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും ഗ്യാസ് തരത്തില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്ന് റെഡിയാവുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മളത് ഇൻഡക്ഷൻ കുക്ക് ടോപ്പിലുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമ്മുടെ മത്തങ്ങ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ആവിമാരെ തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. എരിശ്ശേരി പോലെ ഒരു ഉടച്ച് കറി. വെളിച്ചെണ്ണയിൽ വറുത്തിട്ടിട്ടുണ്ട്. കറിവേപ്പില നമ്മുടെ ഇപ്പോൾ ഭയങ്കര കിളുന്ത് കറിവേപ്പില കേട്ടോ. അതുകൊണ്ട് എനിക്കൊരു മടിയാണ്. കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവട്ടെ എന്ന് വെച്ച്. കാരണം അവർ വെട്ടിയിട്ട് ഇപ്പം വരുന്നതേ ഉള്ളതല്ലേയൊക്കെ സിമ്പിളായിട്ട്. പിന്നെ ഞാനൊരു മെഴുക്ക് പുരട്ടിയാണ്. നല്ല ഉരുളക്കിഴങ്ങാണ്. ഞാൻ നേരത്തെ വ്ലോഗുകളിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആ 2 ഉരുളക്കിഴങ്ങും കുറച്ച് വെണ്ടയ്ക്ക ഇരുന്നൊന്ന് വാടിയായിരുന്നു. അതും കൂടെ ഒന്ന് മെഴുക്ക് പുരട്ടി ഒന്ന് അടച്ച് വെന്ത് കഴിഞ്ഞ ശേഷം തുറന്നിട്ട് കുറച്ച് ക്രിസ്പി ആയിട്ട് ഇങ്ങനെ എടുക്കാം കേട്ടോ. അങ്കൂര് ഭയങ്കര ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി. അപ്പോൾ വെണ്ടയ്ക്കും കൂടെ ഇട്ടാൽ കുറച്ചുകൂടെ
കുറച്ചും കൂടി ഹെൽത്തി ആണല്ലോ, അതേ ക്രിസ്പി ആയിട്ട്. അതിനിടയ്ക്ക് കുറച്ച് മട്ടർക്ക് എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അതും കൂടെ ഒക്കെ ഇട്ടിട്ടാണ്. അപ്പം നമ്മുടെ ലഞ്ച് ഇന്ന് മത്തങ്ങ എരിശ്ശേരി, റൈസ്, സോനാ മസൂരിയാണ്, മെഴുക്ക് പുരട്ടി, പിന്നെ മീനച്ചാറും ഉണ്ടല്ലോ അങ്കൂന്. അവൻ അതിന് ഒരു ഒറ്റയ്ക്കിട്ട് വെച്ച് കൊടുത്താൽ അവനത് മതിയാവും. ഇതെന്താ സംഭവം വെച്ചാൽ രാഖയുടെ ബർത്ത്ഡേക്ക് അവൻ ഗിഫ്റ്റ് കൊടുക്കണം എന്ന് എന്നോട് പറഞ്ഞ് നമ്മൾ ഓൺലൈൻ വഴി ഒരു സ്പ്രേ ഓർഡർ ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒട്ടിക്കാൻ വേണ്ടി അച്ഛന് ഇഷ്ടമുള്ള കളർ ബ്ലൂ ആണല്ലോ എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഈ സീയുടെ അക്വ അങ്ങനെ ഒരു മണമുള്ളൊരു പെർഫ്യൂം ആയിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ അതിന് വേണ്ടി അവൻ്റെ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിനെ തൊട്ടിച്ചിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചത്. സംഭവം ഇതായിരുന്നു നമ്മുടെ സ്പ്രേ. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഇത് ഒട്ടിച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്ത് വെക്കാം. നേരത്തെ റാപ്പ് ചെയ്ത് വെച്ചിട്ടാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു വാങ്ങിച്ച സ്പ്രേ. അവൻ തന്നെ എന്നോട് സെലക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്യാൻ പറഞ്ഞ് ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് സംഭവം. ഇനി അത് ഇതൊന്ന് ജസ്റ്റ് അവൻ തന്നെ റെഡിയായി ഒട്ടിച്ചിട്ട് ഒരു റാപ്പർ, റെഡ് എനിക്കിഷ്ടമുള്ള കളറാണ്. അപ്പോൾ റെഡ് റാപ്പറിൽ ബ്ലൂ അതൊക്കെ ഒട്ടിച്ചിട്ട് അവൻ്റെ വക ഒരു കുഞ്ഞ് ഗിഫ്റ്റ് അങ്ങനെ ഗിഫ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ 2-3 ദിവസം മുന്നേ റാപ്പ് ചെയ്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കൊടുക്കാൻ പോവുകയാണ്. രാഖ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ തന്നെ മാറി നിന്നിട്ടാണ് എടുത്തത്. കാരണം സംശയം തോന്നുന്നുണ്ടല്ലോ, സർപ്രൈസ് കൊടുക്കാൻ പോവല്ലേ എന്ന് വെച്ചിട്ട്. അങ്ങനെ ഇതായിരുന്നു അവൻ്റെ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് രാഖയ്ക്ക്. പിള്ളേരങ്ങനെയല്ലേ, നമുക്ക് ഗിഫ്റ്റ് തരുമ്പോൾ അവർക്കും ഒരു സന്തോഷം, നമുക്ക് വാങ്ങുമ്പോൾ അതിലും സന്തോഷം. ഇതായിരുന്നു കേട്ടോ പെർഫ്യൂം. നമ്മുടെ കിച്ചൺ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ കുക്കിംഗ് ഗ്യാസ് തന്നെയാണ് ഇപ്പോഴത്തെ വിഷയം കേട്ടോ. കാരണം നമ്മുടെ ഫുഡ് കോർട്ടൊക്കെ ബന്ധായി. അകത്ത് നമ്മൾ ഗസ്റ്റ് ഹൗസിൽ ചെന്നാൽ അത്യാവശ്യത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫുഡ് തരും, അത്രേ ഉള്ളൂ. കാരണം അവിടെയും ഗ്യാസിൻ്റെ ഇഷ്യൂ ഉണ്ട്. ഇവിടെ എംപ്ലോയീസിനൊക്കെ പിന്നെ കൊടുക്കണമല്ലോ, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയാണ് അവർ റെഡിയാക്കി കൊടുക്കുന്നത്. ഗ്യാസ് അപ്പോൾ ഈ ഏരിയയിൽ ഇഷ്യൂ തന്നെയാണ് കേട്ടോ. ഇപ്പോഴും നമ്മുടെ ടൗൺഷിപ്പിലെ വീടുകളിലൊക്കെ ഒറ്റ നേരെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുള്ളൂ. അവർ കഷ്ടപ്പെട്ടിട്ട് ഇൻഡക്ഷൻ കുക്ക് ടോപ്പിലും ഒക്കെ മാറി എന്നാണ് നമ്മുടെ മെയ്ഡാണ് കാര്യങ്ങൾ പറയുന്നത്. നമുക്കിപ്പം മെനുവും വളരെ കുറവാണ് വരുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് പെട്ടെന്ന് ഇൻഡക്ഷൻ കുക്ക് ടോപ്പിൽ 2-3 പേർക്ക് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഒരുപാട് ബൾക്കായിട്ട് ഉണ്ടാക്കുന്നവർക്കാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. ഡിന്നറിനായിട്ട് ഞാൻ ഇന്നൊരു 1 പോട്ട് വെള്ളക്കടലയാണ്. അതിനായിട്ട് കുതിർത്ത വെള്ളക്കടലോട്ട് എല്ലാം കൂടെ കുറച്ച് 1 ടീസ്പൂൺ എണ്ണ മതിയാവും അതിന് കേട്ടോ. എല്ലാം കൂടെ ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. നമ്മുടെ മഴയൊക്കെ ഒന്ന് തോന്നുന്നു നിൽക്കുകയാണ്. ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ, നമ്മുടെ മഴത്തണുപ്പെന്ന് പറയത്തില്ലേ. അപ്പം നമ്മുടെ വെള്ളക്കടല റെഡി ആയിട്ടുണ്ട്. ഇനി അത് തുറന്നിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 1 പോട്ട് വെള്ളക്കടലയായത്. ഇതിൻ്റെ കൂടെ ഞാൻ പുട്ടാണ് ഉണ്ടാക്കിയ കേട്ടോ. പുട്ടും വെള്ളക്കടലയാണ് ഇന്ന് നമ്മുടെ ഡിന്നർ. അങ്ങനെ ഓരോ ദിവസങ്ങളും നമുക്കിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോരോ പുതിയ കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ. താങ്ക് യു സോ മച്ച്. ബൈ ഡിയേഴ്സ്.